നമസ്കാരം. നിയമവ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭത്തിലൂടെ ജല്ലിക്കെട്ട് വീണ്ടും ഉത്സവമായി ഇന്ന് തമിഴ്നാട്ടിൽ ഉടലെടുക്കുമ്പോൾ ഉയർത്തുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ. ഇന്ന് മാത്രം മരണപ്പെട്ടത് 2 പേർ. ഒട്ടേറെ ചോദ്യങ്ങൾ ആചാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉയരുന്നു. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ജില്ലയിൽ ഇന്ന് നടന്ന ജല്ലിക്കെട്ടിൽ 2 പേർ മരിച്ചു. പുതുക്കോട്ടയിലെ രാപ്പുസലിൽ നടന്ന ജല്ലിക്കെട്ടിനിടെയാണ് അപകടമുണ്ടായത്. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നതിനിടെ കാളയുടെ കുത്തേറ്റാണ് മരണം. നെഞ്ചിലും ഇടുപ്പിലും ഗുരുതര പരിക്കേറ്റ 2 പേരും ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതെന്ന് പോലീസ്. 100ഓളം പേർക്ക് പരിക്കേറ്റു. അതേസമയം ജല്ലിക്കെട്ട് പല സ്ഥലങ്ങളിലും നടക്കുകയുണ്ടായി. ജല്ലിക്കെട്ടിനായി സ്ഥിരം നിയമമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിയാണ് തമിഴ് ജനതയുടെ പ്രതിഷേധം. ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം തന്നെയാണ് വേണ്ടതെന്ന് തമിഴകം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. പ്രതിഷേധം എന്നാൽ ചിലയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടക്കുകയും ചെയ്തു. അതിനിടെ ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും ഇന്ന് നൽകുകയുണ്ടായി. ഈ വിഷയം ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുമ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ചേരുന്നു. PV തോമസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അരുൺ പ്രസാദ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ്, ശ്രീ വിനു കിരിയത്ത് തിരക്കഥാകൃത്ത്, ഒപ്പം ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തി കൂടി. 4 അതിഥികൾക്കൊപ്പം തന്നെ ടെലിഫോണിൽ പെറ്റ പ്രതിനിധികളെ കൂടി ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിഥികളിലേക്ക് എത്തും മുമ്പ് ചെറിയൊരു ഇടവേളയിലേക്ക് ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ അരുൺ പ്രസാദ്, തമിഴ്നാട്ടിൽ ഇന്ന് ജല്ലിക്കെട്ട് നടക്കുന്നു. ആ ജല്ലിക്കെട്ട് കഴിഞ്ഞ ദിവസം ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസിലൂടെയാണെന്ന് നടക്കുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രതിഷേധം രൂപപ്പെടുന്നത് സ്ഥിര സംവിധാനം അവിടെ വേണം തമിഴ്നാട്ടിൽ. അതായത് ഒരു നിയമ നിർമ്മാണത്തിലൂടെ ഇക്കാര്യങ്ങൾ അവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമായ ഈ വ്യവസ്ഥയെ നിലനിർത്താനായി അവർ വീണ്ടും പ്രതിഷേധിക്കുമ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിൽ സർക്കാർ ഭരണകൂടം വഴങ്ങിക്കൊടുക്കുന്നു. ഇതൊരു ഐതിഹാസിക വിജയം എന്ന് തന്നെയാണോ നിങ്ങളടക്കം ഇത്തരം ഫെസ്റ്റിവലുകളെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൂർണ്ണമായും സമരം ചെയ്യുന്ന ഹർജികളടക്കം സുപ്രീം കോടതിയിൽ നൽകി അതിൽ കക്ഷി ചേരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ഐതിഹാസിക സമരത്തിൻ്റെ വിജയത്തിൻ്റെ തലത്തിൽ നിന്നാണോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? അല്ല, അതിനെപ്പറ്റി പറയാനുള്ളത്, നമുക്ക് ഇത് കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ നിയമ സാധ്യതകൾ നിയമത്തിൻ്റെ അനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരം നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. യെസ്, അതായത് അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ, കാരണം ഇന്നിപ്പോൾ ജല്ലിക്കെട്ട് അവിടെ നടക്കുന്നു, 2 മരണങ്ങൾ, ഈ വിനോദ ഭൂമിയിൽ നിന്നും ഉയർന്നു വരുന്ന ഈ മരണത്തിന്റെ വാർത്തകൾ അത് തമസ്കരിക്കാൻ കഴിയുമോ ശ്രീ അരുൺ? അല്ല, അത് തമസ്കരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അതിനു വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതിനു വേണ്ടിയുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ നാടിൻ്റെ സംസ്കാരം, അതായത് ആർട്ടിക്കിൾ 29 സബ്ഡിവിഷൻ 1 പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഏതൊരു ഭാഗത്ത് ഉള്ള ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ ഭാഗമായി അതനുസരിച്ച് ആളുകൾക്ക് അതിനുള്ള നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ നിയമം അതിനെ അവർക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. യെസ്, അങ്ങനെ ഈ അരുൺ ഇവിടെ കേരളത്തിലിരുന്ന് പറയുമ്പോൾ തമിഴ് വികാരത്തിനൊത്ത് ഇങ്ങനെയുള്ള ഒരു ഭേദഗതിക്ക് പോലും അവർ തയ്യാറാകാത്ത സ്ഥിതിക്ക് എങ്ങനെ ഈ നമ്മൾ പറയുന്ന നമ്മൾ ഈ ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാഖ്യാനത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാമെങ്കിൽ തമിഴ് ജനതയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇത്തരം ഭേദഗതികൾക്ക് പോലും അവർ അംഗീകാരം നൽകുന്നില്ല. അവർ സമരസപ്പെടുമോ? പല ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ടായിരുന്നു. അല്ല, നമുക്ക് ഇത് കണക്ക് ജല്ലിക്കെട്ട് നിരോധനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതുപോലെ ഈ ജല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു പ്രശ്നമുണ്ടായി. മരമടി നിരോധിക്കപ്പെട്ടു. ഈ മരമടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മരമടി, കന്നുകൂട്ട്, പോത്തോട്ടം, ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇത് 50 വർഷത്തിൽ പരം ആയിട്ടുള്ള നടന്നു വരുന്നതാണ് ഈ മരമടി. ഈ തമിഴ്നാട്ടിലുള്ള ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് പൊങ്കലിന് ശേഷമുള്ളൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് കണക്ക് തന്നെ കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെയാണ് കാക്കൂർ കാളവേല്.
കാക്കൂർ കാളവേൽ നമ്മുടെ നമ്മുടെ ഈ അന്യം നിന്ന് പോകുന്ന നമ്മുടെ എന്താ പറയുക പൈതൃകങ്ങൾ മാത്രമല്ല നമ്മുടെ നെൽകൃഷി അന്യം നിന്ന് പോകുമ്പോൾ അതിലേക്കൊക്കെ ഉള്ള സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടമായി പോവുകയാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെൽകൃഷികളും കാര്യങ്ങളും ആളുകൾക്ക് ആർക്കും കൃഷിയോടും മറ്റു കാര്യങ്ങളോടും ഒന്നും താല്പര്യമില്ലാതെ. അതായത് ശ്രീ പി.വി. തോമസ്, ഇവിടെ അരുൺ ഈ സുപ്രീം കോടതിയുടെ ഹർജിക്കാരിലൊക്കെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇത്തരം പല കേരളത്തിലടക്കമുള്ള പല ഫെസ്റ്റിവലുകളുടെയും ഒക്കെ തന്നെ ആനയുടെ എഴുന്നള്ളിപ്പായാലും നടത്തിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു കാർഷിക സമൃദ്ധിയുടെ കാർഷിക ആചാരത്തിൻ്റെ ഭാഗമാണ് ഈ ജല്ലിക്കെട്ട് പോലെയുള്ള ഇത്തരം പൈതൃക സംസ്കാര ആചാരങ്ങളൊക്കെ. ഇത് നിലനിർത്തി പോകണം. തമിഴ്നാട്ടിലൊക്കെ തന്നെ ഇന്ന് നടന്നിട്ടുള്ള ഐതിഹാസിക വിജയം എന്ന് അവകാശപ്പെടുമ്പോഴും താങ്കളൊക്കെ ഒരു മറുവശം കാണുന്നുണ്ടോ? ആ മറുവശം എന്താണ് ശ്രീ പി.വി. തോമസ്? പ്രജീഷ്, ഞാൻ പറയാം. അതായത് ഒരു ജനകീയ പ്രക്ഷോഭണം സാധാരണഗതിയിൽ സാമൂഹ്യ അനീതിക്ക് എതിരായിട്ടാണ്, അല്ലെങ്കിൽ ചൂഷണത്തിനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കും എതിരായിട്ടാണ്. പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു കാര്യം പറയുകയാണ്, അത് ഒരു പൗരാണികം എന്ന് പറയുന്നു, ഞാൻ സമ്മതിക്കുന്നു, പൈതൃകം എന്ന് പറയുന്നു, സമ്മതിക്കുന്നു. പക്ഷേ നമ്മൾ ഒരു ജനകീയ പ്രശ്നം, ഞാൻ വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ദുഃഖിതനാണ് ഈ കാര്യത്തിൽ. അതായത് ഇന്ത്യയിൽ ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അത് മൃഗങ്ങൾ ശരി തന്നെ, മൃഗങ്ങളെ ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ അതോ സമയത്തല്ല, തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു ദളിതൻ അമ്പലത്തിൽ കയറിയതിൻ്റെ പേരിൽ ചുട്ടുകൊന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം നടന്നിട്ടുണ്ടോ? പ്രക്ഷോഭണം നടന്നിട്ടില്ല. അത് ഇന്ത്യയിൽ നടന്നിട്ടില്ല. അവസാനം നടന്നത് നിർഭയ കേസിലാണ്, ഡൽഹിയിലുണ്ടായതാണ്. അത് നമ്മൾ സമ്മതിക്കുന്നു, അത് വലിയൊരു ക്രൂരകൃത്യമായിരുന്നു. അതുപോലെ 1975-കളിൽ 70-കളിൽ നമുക്കറിയാം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ എല്ലാം പ്രക്ഷോഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് തന്നെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഇത് പൗരാണികമാണ്, ധാർമ്മികമാണ്, അല്ലെങ്കിൽ പൈതൃകമാണ് എന്നെല്ലാം പറയുന്നു, സമ്മതിക്കുന്നു. പക്ഷേ ഇതിനെ നമ്മൾ ഗവൺമെൻറ് ഓർഡിനൻസിലൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുന്നത് ഷാബാനോ കേസാണ്. ഷാബാനോ കേസിൽ എന്താണ് സംഭവിച്ചത്? രാജീവ് ഗാന്ധി മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നു. ഇതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഇവിടെ സംഭവിച്ചത് ജല്ലിക്കെട്ടിനെതിരായിട്ട് കൊണ്ടുവന്നത് ഇതൊക്കെ ഇവരുടെ ഒരു രാഷ്ട്രീയ കളികളാണ്. പക്ഷേ അവിടെ ശ്രീ പി.വി. തോമസ്, ഇവിടെ ജനങ്ങൾ, ഭൂരിഭാഗവും ജനങ്ങൾ, അവിടെ സമരഭൂമിയിലേക്ക് ഇറങ്ങുന്ന കലാകാരന്മാർ, എഴുത്തുകാർ, അവിടുത്തെ താഴേക്കിടയിൽ തൊട്ട് അവിടെ സമൂഹത്തിന് 90% വരുന്ന ജനസമൂഹം, ഇതൊക്കെ ഒരു ഇതിന്റെ ആചാരത്തിന്റെ ഭാഗമായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഭരണകൂടത്തിന് പിന്നെ എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക? അതെ, ഞാൻ പറയാം. തിരിച്ചു പറഞ്ഞാൽ ഈ രജനീകാന്തിനോ കമലഹാസനോ അല്ലെങ്കിൽ ആർക്കും തന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവരവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അല്ലാതെ അവർക്കും അവരുടെ ഉള്ളിൽ ചോദിച്ചാൽ പറയും എന്തിനാണ് ഇതിനു വേണ്ടിയൊക്കെ ചെയ്യുന്നത് ചോദിച്ചിരിക്കും. പക്ഷേ ഗവൺമെന്റ് ചെയ്തേ പറ്റുള്ളൂ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്താണ് ഞാൻ പറയുന്നത്, ഇത് ശരിയല്ല. ഇങ്ങനൊരു ഓർഡിനൻസ് സുപ്രീം കോടതിയുടെ ഒരു വിധിക്കെതിരായിട്ട് ഇങ്ങനെ ഓർഡിനൻസ് കൊണ്ടുവരുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇവിടെ മോഡിയും അതുപോലെ തന്നെ അവിടെ പനീർശെൽവവും ഇവരെല്ലാം കൂടി ഒത്തു കളിക്കുകയാണ്. കാരണം ഇവർക്ക് നിലനിൽക്കണം രാഷ്ട്രീയക്കാരെന്ന നിലയിൽ, അല്ലാതെ ഒരു കാര്യവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്യാമായിരുന്നല്ലോ, രാമ മന്ദിർ, ബാബരി മസ്ജിദ് നശിപ്പിച്ചും ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ ഒന്നും. എന്തുകൊണ്ട് സുപ്രീം കോടതി ഒന്നും ചെയ്തില്ല? അതുപോലെ അന്ന് കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി, അവരെല്ലാം നോക്കി നിന്നു. അതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെ അവർ വേണ്ട സമയത്ത് അതുപോലെ ചെയ്യും. അതുപോലെ തന്നെ പശുക്കളെയും കാളകളെയും കൊല്ലുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നോക്കി നിൽക്കും. പക്ഷേ ഇവിടെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണിത്, പൊളിറ്റിക്സ് ആണ്. ഇവർക്ക് വേണ്ടയിടത്ത് ഇവർ ആക്ട് ചെയ്യും, അല്ലാത്തടത്ത് ആക്ട് ചെയ്യില്ല. യെസ്, മടങ്ങിയെത്താം. ശ്രീ വിനു കിരിയത്ത്, താങ്കൾ നിങ്ങളൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട്
ഇവിടെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ, അതായത് 5000 വർഷത്തോളം തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു പ്രക്രിയ, ഒരു വ്യവസ്ഥ, ഇത് ഇന്നിപ്പോൾ അതിന്റെ 2014 കോടതി എല്ലാ വശങ്ങളും ഉൾക്കൊണ്ട് നിരോധനം ഏർപ്പെടുത്തുന്നു. ഏകദേശം അന്ന് വരെയുള്ള കണക്കുകൾ ഗൗരവതരമായ കണക്കുകളാണ്. 4 വർഷത്തെ 17 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനുമപ്പുറത്തേക്ക് 1000-ലേറെ പേർക്ക് 4 വർഷത്തെ കണക്ക് മാത്രം. അവരൊക്കെ ഗുരുതരമായ പരിക്കുകൾ മൂലം മരണത്തോട് മല്ലിടുന്ന സാഹചര്യങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴും ഇതിനുവേണ്ടി ഇത്രത്തോളം പൊതുസമൂഹത്തിൽ നിന്നും തമിഴ് സമൂഹത്തിൽ നിന്നും വൈകാരികമായ തലത്തിലേക്ക് സമരങ്ങൾ പോകുന്നതിൽ എന്താണ് അതിനെ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ നിയമങ്ങൾ എല്ലാവരും പാലിക്കേണ്ടവരാണ്. അത് കോടതി നിയമം വന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ പരമ്പരാഗതമായിട്ടൊരു കാര്യം നോക്കുകയാണെങ്കിൽ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് സെല്ലിക്കെട്ടാണ്. സെല്ലി മീൻസ് കാശ്, കെട്ട് മീൻസ് കിഴി, പണക്കിഴി എന്നാണ് ഇതിന് പറയുന്നത്. അതാണ് പിന്നീട് ജല്ലിക്കെട്ടായി മാറിയത്. കാളയുടെ കൊമ്പുകളിൽ മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ കെട്ടിയിരിക്കുന്ന കാശ് ആരാണോ വിജയി അവന് സ്വന്തമാക്കാം. പക്ഷെ ഇതിനകത്ത് 3 വശങ്ങൾ നമ്മൾ നോക്കണം. ജല്ലിക്കെട്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് പങ്കെടുക്കാം, പിന്നീട് കയറിൽ കെട്ടിയിട്ട് 9-11 പേർക്ക് കയർ പിടിച്ച് വലിച്ചു നിർത്താം. പക്ഷെ ഇന്നത് മാറി നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട്, നിയമത്തെ ലംഘിച്ചുകൊണ്ട് കാണികളെല്ലാം കയറി ഈ മൃഗത്തെ വേട്ടയാടുന്നത് നമ്മൾ കാണുകയാണ്. അതായിരിക്കും ചിലപ്പോൾ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് കോടതി ഇടപെടലുകൾ ഉണ്ടാവുന്നത്. ഇത് പൈതൃകമാണ്. ഇതെല്ലാം നിർത്തുന്ന കലയും കായികവും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. ഇതിപ്പോൾ സ്ഥിരമായി ഓരോരോ ഇത്തരം ഫെസ്റ്റിവൽ നിർത്തി പോകുന്നു. പക്ഷേ ഇവിടെ തമിഴ് മക്കളെ വളരെയധികം ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഒറ്റക്കെട്ടായിട്ട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥായിയായ ഒരു നിയമമാണ് വേണ്ടത്, അതിന് ഞങ്ങൾ ഇനിയും പോരാടും എന്ന് പറയുന്നത് ഒരു പൈതൃകത്തെ മാനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. പക്ഷെ അവിടെ ശ്രീ വിനു കിരിയത്ത്, ഇവിടെ നമുക്കൊരു ഫെഡറൽ സംവിധാനമുണ്ട്, ജനാധിപത്യ വ്യവസ്ഥയുണ്ട്, അതിനപ്പുറത്തേക്ക് അനുശാസിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമവ്യവസ്ഥ സുപ്രീം കോടതിയാണ്. ഇതൊരു തെറ്റായ കീഴ്വഴക്കം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പി വി തോമസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജീവൽ പ്രശ്നമല്ല, സ്വത്വ അധിഷ്ഠിതമായിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ ഉത്തരേന്ത്യകളിൽ, ഗുജ്ജർ സമരമടക്കം ദളിത് പ്രക്ഷോഭങ്ങളടക്കം സ്വത്വ രാഷ്ട്രീയ അല്ലെങ്കിൽ സ്വത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാതെ വൈകാരിക തലത്തിൽ നിന്നും തമിഴ് ദേശീയതയിൽ നിന്നും വരുന്ന ഇത്തരം ചലനങ്ങൾക്ക് കാതുകൊടുത്ത് അല്ലെങ്കിൽ കാതോർത്ത് നിലപാടുകളിലേക്ക്, ചലനങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ മറുവശത്തെ ആ ഒരു മൂല്യച്യുതിയുടെ തലമില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അതായത് പ്രജീഷ്, നമ്മൾ ഒരു കാര്യം നോക്കുക. അതായത് ഇത് നൂറ്റാണ്ടുകളായി നടന്നു പോകുന്നതിനെ ഇവിടെ ഇപ്പൊ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനെയും എതിർക്കാൻ കുറച്ച് പേരുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതിനൊരു നിയമം കൊണ്ടുവരണം. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പെയിനിലെ ഏറ്റവും വലിയൊരു ഗെയിമാണ് കാളപ്പോരെന്ന് പറയുന്നത്. അതിന്റെ വേറൊരു വേർഷനാണിത്. പക്ഷെ ഇവിടെ ഒരു 1000-1200 കിലോയോ വെയിറ്റ് ഉള്ള ഒരു കാളയ്ക്ക് മിനിമം അതുമായി പങ്കെടുക്കുന്നവന്റെ ആരോഗ്യം ഇവിടെ നോക്കാറില്ല. ഇതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് കൊച്ചു പിള്ളേർ, 18 വയസ്സ് തികയാത്ത പിള്ളേർ വരെ ഈ മത്സരത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നത്, അതായത് ശ്രീ വിനൂക്കിനെ താങ്കൾ പറയുന്നത് യഥാവിധിയല്ല. കാരണം ഇവിടെ ഈ കാളയുടെ കൊണ്ടുപോകുന്ന കാളയ്ക്ക് മദ്യം നൽകുന്നു, കണ്ണിൽ മുളകരച്ച് നിൽക്കുന്ന പ്രക്രിയ, കത്തി കൊണ്ട് കുത്തുന്ന ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്ന ദൃശ്യങ്ങളിൽ കാണാം. കത്തി കൊണ്ട് കുത്തുന്നവർ മാത്രമല്ല, ഇതിന്റെ മുതുകിൽ മാത്രം പിടിച്ച് പോകണമെന്ന നിയമത്തിലെ ഒരു പക്ഷേ അതിന് ഇത്തരം ഒരു സംവിധാനത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. ഇതൊന്നുമേ പാലിക്കപ്പെടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് 2 പേര് മരിക്കുമ്പോൾ നിയറസ്റ്റ് ഏരിയയിലെങ്കിലും ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. അപ്പൊ ഇതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. ഈവൻ ആ കാളയുടെ അതിന്റെ ആരോഗ്യം വരെയും 6 മാസം വരെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. അതുപോലെ പങ്കെടുക്കുന്നവരുടെയും ഡോക്ടർ ഹെൽത്ത്, അവർ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇതിനുള്ള നിയമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ജനനന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ കോടതികൾ ഇടപെടുന്നത്. മനുഷ്യന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം. അപ്പൊ കോടതി ഇടപെട്ട് പോകുന്നു ഇത്തരം നിയമലംഘനങ്ങൾ കൊണ്ടാവാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ശ്രീ അരുൺ, ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ പഴക്കമൊക്കെ വെച്ച് പറയുമ്പോൾ, കാരണം ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ ഇനി വരാൻ പോകുന്ന കർണാടകയിലടക്കം ആടിനെ കൊന്ന് തല താഴേക്ക് കുന്നിൻ മുകളിൽ നിന്ന് എറിയുന്ന ഒരു ആചാരമുണ്ട്, കോഴിപ്പോരുണ്ട്. മാത്രമല്ല പല ഇത്തരത്തിൽ നമ്മൾ പ്രാകൃതം എന്ന തരത്തിലേക്കൊക്കെ തന്നെ വിവക്ഷിക്കപ്പെടുന്ന പല ആചാരങ്ങൾ ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന പ്രക്രിയകൾ, ഇതിനൊക്കെ അവർക്കും വാദിച്ചുകൂടെ നാളെ കോടതികളിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ അത്തരം ആചാരങ്ങൾ വേണം, നിലനിർത്തണം, അങ്ങനെ ഒരു തലം കൂടി ഇന്നത്തെ തമിഴ്നാടിന് നൽകുന്ന ഈ ഒരു മെസ്സേജിലൂടെ മുന്നോട്ട് വരില്ലേ?
അല്ല, തമിഴ്നാട് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതല്ല. എന്ന് വെച്ചാൽ 4000 വർഷത്തിൽ പഴക്കമുള്ളൊരു ട്രഡീഷനാണിത്. അപ്പോൾ നമ്മളെ രാജ്യം എന്ന് പറയുന്ന ഒരു സെക്യുലർ കൺട്രിയാണ്. ഇന്ത്യ എന്ന് വെച്ചാൽ സെക്യുലർ കൺട്രിയാണ്. ഇവിടെ എല്ലാ റിലീജിയസ് ട്രഡീഷൻസിനെയും നമ്മൾ എപ്പോഴും മാനിച്ചിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ പറയുന്ന കണക്ക് ഇതൊരു നാളെ ഒരു വേറൊരു സംസ്കാരം അവർ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് അതിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. ഇതിനകത്തൊരു ഒരു സയൻസ് ഉണ്ട്, ഇതിനകത്ത് ഒരു ട്രഡീഷനുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അന്യം നിർത്തി പോയിട്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരം ഇല്ലാതാക്കി കളഞ്ഞിട്ട് നമ്മൾ ഏത് സംസ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മളൊരു സംസ്കാര ചുഴിയാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ ആ ഒരു സംസ്കാരങ്ങൾ ഇല്ലാതാവുകയാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ സംസ്കാരങ്ങൾ നിലനിർത്തി ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ അവകാശമാണ്. ജല്ലിക്കെട്ടിനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള നിയമങ്ങൾ അവിടെ പാലിച്ചിരിക്കണം. അവിടെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടേർഡ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒത്തിരി നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, ഒരു ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നത് അതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു വീഡിയോസിനെ ആസ്പദമാക്കിയല്ല, ശക്തമായിട്ടുള്ള നിയമം അനുസരിച്ച് അവിടെ കറക്റ്റായിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കിയിട്ട്, നമ്മുടെ നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതാക്കിയിട്ട് നമ്മൾക്ക് പിന്നെ എന്താണുള്ളത്? തമിഴ്നാട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നാടിൻ്റെ പൈതൃകത്തോടും അവരുടെ നാടിനോടും സ്നേഹമുണ്ട്, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും ആ ഒരു കൾച്ചറാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അവിടെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനായിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവർക്കുള്ള സജ്ജീകരണം ചെയ്തു കൊടുത്തു. അവിടെ എത്രയോ ലക്ഷം സ്ത്രീകളും എത്രയോ ആൾക്കാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രസവിച്ച് 2 മാസമായ കുഞ്ഞുങ്ങളെയും കൊണ്ടും ഗർഭിണിയായ അമ്മമാർ എല്ലാവരും വന്ന് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത്. എന്തിനാണ്? അവിടെ ഒരു സ്ത്രീയെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷൻ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുകയോ ഒന്നും വന്നില്ല. കാരണം വെച്ചാൽ അവരുടെ ഒരു സംസ്കാരം നമ്മൾ മനസ്സിലാക്കി നമ്മളിലേക്കും ആ ഒരു സംസ്കാരം കടമെടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് പക്ഷേ ശ്രീ അരുൺ, അതായത് 1960-ലെ മൃഗപീഡന നിരോധന നിയമങ്ങൾ, അത് അനുശാസിക്കുന്ന, അതിൻ്റെ വിവക്ഷിക്കപ്പെടുന്ന നിയമങ്ങൾ, ആ നിയമത്തിനപ്പുറത്തേക്ക്, കാരണം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാറ്റ തൊട്ട് അല്ലെങ്കിൽ പഴുത അങ്ങനെ നമ്മൾ ഉപമിക്കുന്നത് പോലെ പല മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഒക്കെ തന്നെ അടങ്ങുന്ന വലിയ വിഭാഗത്തിൻ്റെ ഒക്കെ സംരക്ഷണത്തിനായി രൂപപ്പെടുത്തിയ ഒരു നിയമം. ആ നിയമത്തിൽ ഇവിടെ ഇതിൻ്റെ പരിധിയിൽ ഇക്കാര്യങ്ങൾ എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് അത് ആ തലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണോ ഇത്തരം പരിപാടികൾ നടക്കുന്നത്? അത് ഉറപ്പ് നൽകാൻ എന്തുകൊണ്ട് ഈ പറയുന്ന സമരക്കാർക്കോ അല്ലെങ്കിൽ സംഘാടകർക്കോ കഴിയാതെ പോകുന്നു? അല്ല, ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്ന ഈ ആക്ട് ഇത് ഒന്നുകൂടെ അമെൻഡ് ചെയ്യണം. പഴയ രീതിയിൽ നിന്ന് പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് അമെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായവും. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പ്രക്ഷോഭത്തിലായിട്ട് പങ്കെടുക്കുന്നവരുടെ അഭിപ്രായവും അത് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പണ്ടത്തെ ഒരു നിയമം അനുസരിച്ചല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിനേക്കാളും കൂടുതലായിട്ട് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്, ആളുകൾക്ക് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ്സ് കൂടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇത്രയും ഓവർ പോപ്പുലേറ്റ് ആയിട്ട് ഈ ഒരു സ്പോർട്ട് നടത്തിയിരുമ്പോൾ അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം നിയമത്തിൽ. നിയമം ഒരിക്കലും നമ്മൾ ഒരു ബാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. സ്ട്രിക്റ്റ് റെഗുലേഷൻസ് കൊണ്ടുവരണം. റെഗുലേഷൻസ് കൊണ്ടുവന്ന് ആ റെഗുലേഷൻസ് അനുസരിച്ച് ആണ് ഈ ഒരു ഏത് കാര്യവും നടത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു വികസനം വരുമ്പോൾ നമ്മളവിടെ പഴയ നിയമങ്ങൾ മാറ്റേണ്ടി വരും. പഴയ നിയമങ്ങൾ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഭേദഗതികൾ ചെയ്യാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകണം. എല്ലാ കാര്യത്തിലും തന്നെ, ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നിയമങ്ങൾ കൊണ്ടുവന്ന് കർശനമായിട്ട് ആനകളെ മറ്റ് ഉത്സവങ്ങളെയും അതിൻ്റെ നടത്തിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതായിട്ട് ചെയ്യണം. റൂൾസ് അമെൻഡ് ചെയ്യണം. ഒരിക്കലും ഒരു 1960 ഒരു ഇത് വെച്ചുകൊണ്ട് 2017 അതുപോലെ നടത്തണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായം ശ്രീ PV തോമസ്, അതായത് നമ്മൾ ഈ നിയമങ്ങൾ 82-ലും 2001-ലുമൊക്കെ ഈ 1960-ലെ ഭേദഗതികൾ കൊണ്ടുവന്നു. അതിനകത്ത് ചില ഭേദഗതികൾ കൊണ്ടുവന്നെങ്കിലും നിയമം വളരെ കർശനമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഭരണകൂടത്തിനൊക്കെ നൽകുന്ന സുപ്രീം കോടതി തമിഴ് ദേശീയത അല്ലെങ്കിൽ വൈകാരികത, ഇതിനൊപ്പം ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും വിധി പറയാൻ കഴിയാത്ത ഭയപ്പാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല അവിടെ കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വരുന്നു. ജഡ്ജിമാർക്ക് പോലും വ്യക്തമായ രീതിയിൽ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് തമിഴ്നാട്ടിൽ പോലും ഒരുപക്ഷെ വരാൻ കഴിയാത്ത രീതിയിൽ, അഭിഭാഷകർക്ക് പോലും കോടതിയിൽ
പബ്ലിക് പ്രോസിക്യൂട്ടർക്കൊക്കെ കോടതിയിൽ ഇത്തരത്തിൽ തമിഴ്നാടിൻ്റെ വികാരത്തിനൊത്ത് പെരുമാറേണ്ടി വരുന്നു. അവിടെ ഒരു മെസ്സേജ്, എന്ത് മെസ്സേജാണ് നൽകുന്നത്? നമുക്ക് ജല്ലിക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ജൈവപരമായ കാര്യങ്ങളോ അതിൻ്റെ വ്യവസ്ഥാപിതമായ കാര്യങ്ങളോ ഒക്കെ മാറ്റിവെച്ചാൽ തമിഴ്നാട്ടിലെ ഈ ഒരു ദേശീയത വികാരം, തമിഴ് വികാരം നൽകുന്ന മെസ്സേജ് എത്രത്തോളം ഈ പറയുന്ന വ്യവസ്ഥകൾക്ക് ഭാവിയിൽ ഒരു തെറ്റായ മെസ്സേജ് നൽകും? പ്രതീഷ്, ഞാൻ പറയാം. ഞാൻ ഉത്തരാഖണ്ഡിൽ, അതായത് അന്ന് ഉത്തർപ്രദേശായിരുന്നു, ചക്രാത്ത എന്ന സ്ഥലത്ത് അവിടെ ഒരു ഈ പോത്തുകളെ അഴിച്ചുവിട്ട് കൊല്ലുന്നൊരു ഉണ്ട്. വിഷുവിൻ്റെ ദിവസമാണ്, അവർ ബിഹു എന്നാണ് പറയുന്നത്, ബിഹു. ആ ദിവസം അതിനെ പോത്തിനെ അഴിച്ചുവിടും ഫീൽഡിലേക്ക്. ഇതൊരു ആദിവാസികളുള്ള സ്ഥലമാണത്. വിടുന്നത് ലാൻഡ് ലോഡ്സാണ്, അതായത് ലാൻഡ് ലോഡ്സാണ് വിടുന്നത്. എന്നിട്ട് ഈ ആദിവാസികൾക്ക് അന്ന് ആ പോത്തിനെ കൊല്ലുവാനുള്ള ഒരു അവകാശമുണ്ട്. അവർ പുറകെ പോയി അതിനെ വെട്ടിയും കുത്തിയും കൊന്നു. അതിൻ്റെ ഒരു കാല് പോയ പോത്ത് ഞാൻ കണ്ടിട്ടുണ്ടത് ചക്രാത്തയിൽ, ജോൺസാർ ബാവർ എന്ന് പറയുന്ന ഏരിയയിലാണിത്. എന്നിട്ട് കൊല്ലും, ഒരു കാല് കൊണ്ട് ഓടുന്ന ഇത് അതിന് കഴുത്തും കൊമ്പും എല്ലാം കൊത്തിക്കൊന്നും. ആ പോത്തിനിടുന്ന പേര് റിബൽ എന്നാണ്, അതായത് ഓടിപ്പോകുന്നവൻ എന്നാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദേശം അവർ കൊടുക്കുമായിരുന്നു അന്ന് അവിടെ. അതിൻ്റെ സന്ദേശം അന്ന് അവർക്ക് ഇഷ്ടം പോലെ കറുപ്പും അതുപോലെ തന്നെ കഞ്ചാവും കള്ളും എല്ലാം കൊടുക്കും. അത് അവരുടെ ഒരു ജമീന്ദാർമാരുടെ ഒരു സാമുദായിക സംഭവമായിരുന്നു, ഒരു മെസ്സേജായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു അടിമ, അതായത് ബോണ്ടഡ് ലേബേഴ്സാണ് എല്ലാവരും, ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇതുപോലെ ചെയ്യുമെന്നുള്ളതാണ് മെസ്സേജ്. അവസാനം ഒരു NGO ഇടപെട്ട് എനിക്കറിയാവുന്നതാണ്, എൻ്റെ കൂട്ടുകാരനാണ് ആ NGO, അത് നിർത്തലാക്കി. ഇപ്പോൾ അത് അവിടെ ഇല്ല. അങ്ങനെ ഇതുപോലെ തന്നെയുള്ള ഒത്തിരി സാമൂഹ്യ ദുരാചാരങ്ങളുണ്ട്. അതിൽ ഒന്നായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള പ്രത്യയശാസ്ത്രം, എനിക്കറിയാൻ പാടില്ല, ഈ ജല്ലിക്കെട്ടെന്ന് പറയുന്നത്. അത് ഞാൻ ദുരാചാരം എന്ന് പറയുന്നില്ല, അത് കാരണം എനിക്കതിന് പറയാനുള്ള ഇതില്ല, കാരണം അവിടെ ജനങ്ങൾ ഇളകി ഇരിക്കുകയാണ്. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഒട്ടേറെ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതുപോലുള്ള ദുരാചാരങ്ങൾ. പക്ഷേ ഇതെല്ലാം മറികടക്കുവാനായിട്ട് കോടതികൾ നിയമം അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതിന് ഗവൺമെൻറ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഓർഡിനൻസുമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതുപോലുള്ള ദുരാചാരങ്ങളിലും ഇതുപോലുള്ള അനുഷ്ഠാനങ്ങളിലും നമുക്ക് ഉടങ്ങിക്കിടക്കേണ്ടതായിട്ട് വരും. അതാണോ നമുക്ക് അഭിലഷണീയം? അതാണോ വേണ്ടത്? അതാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴത്തെ കാര്യം തീർന്നു, അത് അവിടുത്തെ മറീന ബീച്ചിലെ വലിയ സംഭവമാണ്, അത് ഇമോഷണൽ ആൾക്കാരിലായും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾ ഇതാണോ? എൻ്റെ അഭിപ്രായത്തിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമായിട്ട് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുള്ളതും. അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ. ശ്രീ വിനു കിരിയത്ത്, ഇവിടെ സൂചിപ്പിച്ച പോലെ ആചാരത്തിൻ്റെ പേരിലാണെങ്കിൽ സതി ഒരു ആചാരമായിരുന്നു, ശൈശവിവാഹമൊക്കെ ആചാരമായിരുന്നു. അതിൻ്റെയൊക്കെ പഴമ നിലനിർത്തി പോന്നു, വാദിച്ചു. പിന്നീട് അതുണ്ടാക്കിയ സന്ദേശം നവോത്ഥാന ഇടപെടലിൻ്റെയൊക്കെ തന്നെ ഭാഗമായി അത് നിർത്തലാക്കിയ ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഈ പറയുന്ന രീതിയിൽ മരണം ജീവാപായം, അത് ഒരാളാണെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും അതിൻ്റെ വില വലുതാണ്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെ പരിശോധന നോക്കിയാൽ 100-ലേറെ ജീവനുകൾ പൊലിയുന്നു. അതിന് ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ വാദഗതികൾ, ആ വാദങ്ങൾ ഒരുപക്ഷെ നിരത്തിക്കഴിഞ്ഞാൽ അവർ വളരെ വിചിത്രപരമായ മറുപടി തന്നെ വാദങ്ങളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. കാരണം ദിനംപ്രതി പല അപകടങ്ങളിലായി എത്ര പേർ മരിക്കുന്നുണ്ട്, അതിന് നിരോധനം ഏർപ്പെടുത്തുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭരണകൂടം കൂടി തലതാഴ്ത്തുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമ്മൾ ജല്ലിക്കെട്ടിൻ്റെ മാത്രം കാര്യം എടുക്കണ്ട. ഇതുപോലെയുള്ള പരമ്പരാഗതമായ ഇതെല്ലാം നമ്മൾ നിർത്തലാക്കിയാൽ പിന്നീട് അടുത്ത തലമുറയ്ക്ക് ക്രിക്കറ്റും ഫുട്ബോളും മാത്രമായി പോകും. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുണ്ട്. സതി ഈ പറയുന്ന സതിയും ശൈശവിവാഹം ഒക്കെ തന്നെ ശൈശവിവാഹം പരമ്പരാഗതമായി നടന്നതാണ്, ആ വ്യവസ്ഥ നടന്നു പോകട്ടെ എന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ വൈകാരിക തലത്തിൽ നിന്നും ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നെങ്കിൽ? സതി ഒരു വ്യക്തിയുടെ തീരുമാനമാണ്, അവൾ ചിതയിലേക്ക് പോകണം. ഇതല്ല, ഒരു നാടിന്റെ വികാരത്തെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക്. അത് സതിയുമായി ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിയമങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ ഇതെല്ലാം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്രിക്കറ്റ് ബോൾ കൊണ്ട് മരിച്ച ഈ ജീവൻ പൊലിയുന്നതിൽ താങ്കൾ എന്താണ്? ക്രിക്കറ്റ് ബോൾ കൊണ്ട് മരിച്ചിട്ടില്ല. 2 രക്തസാക്ഷികൾ, അവരുടെ കുടുംബങ്ങൾ, അതിന് ഈ പറയുന്ന വിനോദവുമായി ചേർത്ത് വായിക്കാൻ കഴിയുമോ? അതിന് പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം.
ഈ വരുന്ന വ്യക്തിയുടെ ആരോഗ്യം, അവനും കാളയും തമ്മിൽ ഒരു ശതമാനം വെയിറ്റ് വേണമെന്നൊരു നമ്മൾ റെസ്ലിങ്ങിന് പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്ര കിലോ വെയിറ്റ് എടുക്കുന്നവന് അവൻ ഇത്ര ബോഡി വെയിറ്റ് വേണമെന്നൊരു നിയമമുണ്ട്. ഇത് ഒന്നുമില്ലാതെ മദ്യത്തിന്റെ മാത്രം ശക്തിയിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ പറയുന്ന നിയമങ്ങൾ തമിഴ്നാട്ടിൽ പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണോ ശ്രീ വിനു കിരീയത്തുള്ളത്? ഞാൻ പറയുന്നത് അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തമിഴ്നാട്ടിൽ അടുത്ത സമയങ്ങളിലൊക്കെ ഉണ്ടായ ഇടപെടലുകൾ അവിടെ ഒരു പക്ഷേ അവരുടെ വൈകാരികതയും ഈ നിയമവ്യവസ്ഥയും വൈകാരികതയ്ക്ക് മുന്നിൽ നിയമവ്യവസ്ഥ താഴ്ന്ന കാഴ്ചകളാണ് ഈ കഴിഞ്ഞ പല ഇൻസിഡൻസിലും. അല്ലല്ലോ, ഓർഡിനൻസ് പുറപ്പെടു വെച്ചിട്ട് ജനം പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് ഓർഡിനൻസ് കൊണ്ട് ഈ ഒരു തവണത്തേക്ക് ഇത് പോരാ, നമുക്ക് സ്ഥായിയായ ഒരു ഇത് വേണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പുറ്റിങ്ങൽ അപകടം നടന്നതിന് ശേഷമാണല്ലോ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായതും വെടിക്കെട്ടിനെ കുറിച്ച് സംസാരിച്ചു. എന്താ നേരത്തെ അതിനൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നില്ല എങ്കിൽ ഇത്രയും പേരുടെ ജീവൻ പൊലിയില്ലായിരുന്നല്ലോ? അപ്പോൾ എല്ലാം സംഭവിച്ചതിന് ശേഷം പറയുന്നതിനേക്കാൾ ഇനിയെങ്കിലും ഈ പൈതൃകപരമായിട്ടുള്ള ഒന്നും നിർത്തണമെന്ന് ഞാൻ പറയുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ ഒരു ലോകം ശൂന്യമായി പോകും. ഇതെല്ലാം വേണം, പക്ഷെ നിയമങ്ങൾ കർക്കശമാക്കി. ശ്രീ പെറ്റയുടെ പ്രതിനിധി ശ്രീ അനൂപ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ അനൂപ്, ഇവിടെ ശ്രീ വിനു കിരിയത്ത് സംസാരിച്ചതുപോലെയും അരുൺ പ്രസാദ്, അദ്ദേഹം ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ നിയമങ്ങൾ കർശനമാക്കുന്നതൊപ്പം കർശനമാക്കി കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവല് അതിൻ്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത, ആ ഐതിഹാസിക ഇടപെടലിൻ്റെ വിജയമാണ് തമിഴ്നാട്ടിൽ കണ്ടത്. താങ്കൾ എങ്ങനെ കാണുന്നു? പെറ്റ കുറിച്ച് കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുക കൂടി കേന്ദ്രമന്ത്രിയും തമിഴ്നാട് സർക്കാരും ചെയ്തതുകൊണ്ടുകൂടി. അല്ല, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പിടിയുടെ ഇത് റെപ്രസെന്റേറ്റീവ് അല്ല, ഞാൻ PFAയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ക്ഷമിക്കണം. ഓക്കെ, ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഇപ്പോ അനിമൽസിന് വേണ്ടി ഞങ്ങൾ പറയുന്നു, ഈ മരിച്ച രണ്ടുപേർക്ക് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആരും ഇല്ലേ സംസാരിക്കാൻ? അതൊരു വലിയൊരു കാര്യമല്ലേ? മരിച്ച രണ്ടുപേർക്ക് ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മൾ കൈരളിയിൽ തന്നെ ഒരു ചർച്ച നടന്നപ്പോൾ 18 വയസ്സിന് മുകളിൽ അവിടെ ആരുണ്ടോ അവരെല്ലാവരും സ്വന്തം ജീവൻ ഉത്തരവാദികളാണ്, അറിഞ്ഞുകൊണ്ടാണ് മരിക്കാനാണെങ്കിലും അവിടെ പോകുന്നതെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ 2 മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ? മൃഗങ്ങളെക്കാൾ ഒരുപാട് താഴെയാണോ മനുഷ്യരെന്ന് സ്ട്രേ ഡോഗ് ഇഷ്യൂല് ചോദിച്ചവരോടും കൂടെയാണ് ഈ ഒരു ചോദ്യം. തീർച്ചയായും ശ്രീ അനൂപ്, ശ്രീ അരുൺ, അതിനൊരു മറുപടി. ഈ 2 ജീവനുകൾക്ക് വേണ്ടി കൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് ആ മൂല്യച്യുതിയുടെ ഭാഗമാണോ? അല്ല, ഈ ജീവനുകൾ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സുരക്ഷിതമായിട്ട് അതുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന കേസാണ് ഇതല്ലേ, ഞാൻ റെസ്പോൺസിബിളാണ് എൻ്റെ ലൈഫിന്, അതുപോലെ തന്നെ മറ്റൊരാളുടെ ലൈഫിനും ഞാൻ റെസ്പോൺസിബിളാണ്. അപ്പം ഇറസ്പോൺസിബിളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്നവരുടെ സ്വയമേ അവർക്ക് അറിഞ്ഞിരിക്കണം ഇതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ അപകടങ്ങളെ പറ്റിയും, ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നവർ അതിന് വേണ്ട റെഗുലേഷൻസും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ. ശ്രീ അനൂപ്, ആ മറുപടി താങ്കൾ തൃപ്തനാണോ? ഇപ്പൊ ഒരു വാഹനം ഓടിക്കുന്നത് പോലല്ല ഒരു വന്യമൃഗത്തിന്റെ മുന്നിലോട്ട് മദ്യപിച്ചുകൊണ്ട് ചെന്ന് നിൽക്കുന്നത്. അത് രണ്ടാണ്. അത് ഇപ്പൊ വാഹനം ഓടിക്കുന്നെങ്കിൽ ഞാൻ വാഹനം തെറ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അപകടം വരാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾ തെറ്റായിട്ട് വാഹനം ഓടിച്ചാൽ അപകടം വരാം. ഇത് മൃഗവും മനുഷ്യനും ഒരുപോലെ വൾണറബിൾ ആയിട്ടൊരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് അതൊരു വിനോദമാണ്, ഒരാളുടെ ജീവൻ പൊലിഞ്ഞെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്നത്. ഇതിലിപ്പോ അനിമൽ റൈറ്റ്സേ ഇല്ല. ഇപ്പൊ അനിമൽസിനെ ഉപദ്രവിക്കാതെ ചെയ്യാന്ന് പറഞ്ഞിപ്പോ 2 മനുഷ്യ ജീവൻ പോയി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഐറണി. എന്നിട്ടും പറയുന്നു അതൊരു വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല, മനുഷ്യർ സ്വന്തം ജീവൻ ഉത്തരവാദികളാണ്, അവർക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ മനുഷ്യരെയല്ലേ റോഡിൽ പട്ടി അടിക്കുന്നത്? അപ്പൊ അവര് സ്വന്തം ജീവൻ ഉത്തരവാദികളല്ലേ? ഓരോന്നിനും എങ്ങനെയാ 2 നയം വീതം വരുന്നേ? അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ ഞങ്ങളോട് പലരും അപമാനിക്കുന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പട്ടി കടിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യര് പട്ടികളെക്കാളും താഴെയാണോ? ഇതേ മനുഷ്യർ തന്നെയല്ലേ ഇവിടെ മരിച്ചത്? യെസ്, അതാണ് ഉയരുന്ന ഒരു സുപ്രധാന ചോദ്യമാണ് അരുൺ. കാരണം കേരളത്തിൽ പട്ടികൾ കടിക്കുമ്പോൾ, അവിടെ കുഞ്ഞു കുട്ടികളെ തെരുവിൽ കടിച്ചു പറിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഒരു വൈകാരികമായി ഇടപെടൽ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും ബാധകമാകാതെ ഒരു വിനോദത്തിന്റെ മുന്നിൽ ഒരു വൈകാരിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് നിയമമായി, ഓർഡിനൻസായി രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് അടക്കം എത്തുന്നുണ്ടെങ്കിൽ അതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ ശ്രീ അരുൺ? ഈ പട്ടികൾ കടിക്കുന്ന സംഭവം അത് കേരളത്തിൽ ഒരു ദിവസം സംഭവിക്കുന്ന സംഭവമല്ല. ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് അത് വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസം മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ആ പൈതൃക അവകാശപ്പെടുന്ന ആ ഫെസ്റ്റിവലിലൂടെ എന്ത് നേട്ടമുണ്ടായി ശ്രീ? എന്ത് നേട്ടം നാടിന്? ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ചെറിയൊരു കാര്യം. ഇപ്പൊ ഇതിൽ പുള്ളി പറഞ്ഞതുകൊണ്ട് പട്ടി കടിക്കുന്നത് നമ്മളാരും ഓർഗനൈസ് ചെയ്യുന്ന ഇവന്റ് അല്ല, ജല്ലിക്കെട്ട് ഓർഗനൈസ്ഡ് ഒരു ഇവന്റ് ആണ്. പട്ടി വഴിയെ പോകുമ്പോൾ കടിക്കുന്നതാണ്, അല്ലാതെ ഞങ്ങൾ പീറ്റക്കാരോ PFAക്കാരോ ഓർഗനൈസ് ചെയ്യുന്ന ഇവന്റിലല്ല പട്ടി കടിക്കുന്നത്.
ജല്ലിക്കെട്ട് ഒരു ഓർഗനൈസ്ഡ് ഇവന്റ് ആണ്. അതുകൊണ്ട് അതിൽ രണ്ടുപേര് ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് എല്ലാരും പറഞ്ഞത് എല്ലാ റെഗുലേഷൻസും നോക്കി നമ്മളിത് നടത്തും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആൾക്കാരുടെ മുന്നിലാണ് ഇന്ന് 2 പേര് മരിച്ചേക്കുന്നത്. അവരുടെ ജീവനുള്ള ഉത്തരവാദിത്തം PTO PFO പോട്ടെ, എല്ലാരും ഇനി ഇതിനകത്ത് മൃഗങ്ങളെ ഇല്ല, ഈ 2 മനുഷ്യരുടെ ജീവൻ എങ്ങനെ ഉത്തരവും പറയും? യെസ്, ഞാൻ ശ്രീ അരുൺ അതിന് വ്യക്തമായ മറുപടി വേണം. കാരണം ഇവിടെ ഒന്ന് ഓർഗനൈസ്ഡ് ചെയ്ത പരിപാടി, അല്ലെങ്കിൽ അവിടെ ഈ പെറ്റെ അല്ലെങ്കിൽ അവരൊക്കെ അവകാശപ്പെടും അവരുടെ വാദഗതികളെ പോലും പുച്ഛിച്ച് തള്ളിയ സമയത്തൊക്കെ ഇന്നിപ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തൽ വന്നിരിക്കുന്നു. മറുപടി ഇവരിപ്പോൾ ഉന്നയിക്കുന്നത് ഇത്രയും കാലം ഈ പീപ്പിൾ ഫോർ അനിമൽസ് എന്ന് പറഞ്ഞ ശ്രീ മനേകാ ഗാന്ധി ഫൗണ്ട് ചെയ്ത ഒരു സംഘടനയാണ്. ഇവരെല്ലാവരും അനിമൽസിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് കൗണ്ടർ ചെയ്യാനൊരു സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർക്കെതിരെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇന്ന് കൊണ്ടുവരാൻ കഴിയുന്നത് ഈ ഉണ്ടായ ആക്സിഡൻ്റാണ്. ഈ ഉണ്ടായ ആക്സിഡന്റിനെ ചൊല്ലിയാണ് ഇവർ. അല്ല, പക്ഷേ ശ്രീ അരുണൻ ഇത്രയും ശ്രദ്ധാപൂർവം ഇന്ന് ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു ചെറു തരി പോലും വീണാൽ അത് വലിയ ആളിക്കത്തലിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യവസ്ഥയാണെങ്കിൽ വളരെ ജാഗരൂകരായി നിൽക്കണമായിരുന്നു. എന്നിട്ട് കൂടി 2 മരണങ്ങൾ സംഭവിച്ചുവെങ്കിൽ, കാരണം രാജ്യം ഉറ്റുനോക്കുകയാണ്, ലോകം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം കാര്യക്ഷമമായി പഴുതുകൾ അടച്ചുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ട് കൂടി 2 പേർ മരിച്ചെങ്കിൽ, അല്ല, അവിടെ സുരക്ഷ എത്രത്തോളം ഏർപ്പെടുത്തി, എന്താണ് ഏർപ്പെടുത്തിയെന്നുള്ളത് ഈ സംഘടനക്കാരെങ്കിലും അതിന്റെ നടത്തിപ്പുകാരോടോ അന്വേഷിച്ചിട്ടുള്ള ഒരു ഉത്തരവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ ദിനം സുരക്ഷ ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാണ് ശ്രീ അരുൺ സുരക്ഷ ഏർപ്പെടുത്തുന്നത്? സുരക്ഷ ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നല്ല പറയുന്നത്. ഇവരെത്രത്തോളം സുരക്ഷയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ സുരക്ഷ ഏർപ്പെടുത്തിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതും. ഇവിടെ ആക്സിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല. തീർച്ചയായിട്ടും അതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആണ്. ഈ ഇൻസിഡന്റ് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലേഷൻസ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതുകൊണ്ട് ഇത് നിരോധിക്കണം എന്നുള്ളതല്ല. ഇതില് രണ്ട് കാര്യം എനിക്ക് ഇതിൽ ക്ലാരിഫൈ ഉണ്ട്. ഒന്ന് ഞങ്ങള് ഇന്നലെ പറഞ്ഞു ഇതിനൊരു കൗണ്ടർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു മനുഷ്യജീവൻ പോയത് ഞങ്ങൾ കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്നതല്ല. ഇതും പീറ്റ നേരത്തെ പറഞ്ഞിരുന്നു. ഇതും ഈ മനുഷ്യരുടെ ജീവനുള്ള അപകടവും നേരത്തെ ഇതേ ഇവന്റിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അല്ലാതെ ഇതൊരു കൗണ്ടറായിട്ട് ഉപയോഗിക്കാൻ മാത്രം അങ്ങനെ PTO PFO ഓരോ ഓർഗനൈസേഷൻ തരം താഴില്ല. കാരണം ഞങ്ങൾ മനുഷ്യ സ്നേഹം കഴിഞ്ഞിട്ടാണ് മൃഗസ്നേഹവും വരുന്നത്. അതും കൂടെ ഇതിൽ ഉൾപ്പെടും. 2, ഇപ്പം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് സുരക്ഷ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മൃഗമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഓണർ ടൈം ചെയ്യുന്ന രീതിയിൽ കാളയെ ഒരു രീതിയിലും ഉപദ്രവിക്കാതെ റെഗുലേഷൻസ് കൊണ്ടുവന്ന് ജല്ലിക്കെട്ട് ഇന്ന് നടത്തി കാണിക്കും എന്നായിരുന്നു ഇന്നലെ വരെയുള്ള വാദം. അപ്പൊ അത്രയും ഓർഗനൈസ്ഡ് ഇതായിട്ട് റെഗുലേറ്ററി ആയിട്ട് ചെയ്ത ഒരു കാര്യത്തിൽ എങ്ങനെ ആ മൃഗം 2 പേരെ കുത്തിക്കൊന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇനി നാളെ ആയാലും ഇത് ആവർത്തിക്കപ്പെടില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? മൃഗത്തിന്റെ സുരക്ഷ പോട്ടെ, മൃഗത്തിന്റെ സുരക്ഷ നിങ്ങൾ ഉറപ്പ് വരുത്തിക്കോളൂ. പക്ഷെ ഈ പൊലിയുന്ന ജീവന്റെ കാര്യം 2 മനുഷ്യജീവൻ പോയില്ലേ? അപ്പൊ അതിപ്പോ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ഇപ്പം കർഷകരുടെ അവസ്ഥ കണക്കിലെടുത്താണ് ജല്ലിക്കെട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു, കർഷകരെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ ഈ മരിച്ചവരുടെ കാര്യമോ? യെസ്, തീർച്ചയായും. അനൂപ് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ PV തോമസ്, കോടതിയിലേക്ക് ഈ കേസ് വരുമ്പോൾ തമിഴ്നാട് നടത്തിയ വാദങ്ങൾ, ഒന്ന് ജല്ലിക്കെട്ട് എന്നാൽ കാളയെ, അതിൽ ചില വാദങ്ങൾ മാത്രം അല്ലെങ്കിൽ ആധികാരികമായ വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ജല്ലിക്കെട്ട് എന്നാൽ കാളയെ ആലിംഗനം ചെയ്യലാണ്. ഈ വിനോദത്തിൽ ഒരു കാളയ്ക്ക് പോലും പരിക്ക് വന്നിട്ടില്ല. കുടുംബാംഗത്തെ പോലെയാണ് ഈ കാളകളെ വളർത്തുന്നത്. മാംസം കഴിക്കാൻ കാളകളെ അറക്കുന്നത് കുറ്റകരമല്ല. ഇത് മാത്രം എങ്ങനെ കുറ്റകരമാകുന്നു? ദിനം പ്രതി പല അപകടങ്ങളിലെ എത്ര പേർ മരിക്കുന്നു, അതിനെന്ത് നിരോധനം നൽകുന്നു? ഇത്തരം വിചിത്രപരമായ ഉയർത്തപ്പെടുന്ന വാദങ്ങൾ അത് തന്നെ ഈ സ്പഷ്ടമായ കാര്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി കാണേണ്ടതുണ്ടോ? മാത്രമല്ല, പൊലിഞ്ഞ 2 ജീവനുകൾ, അത് സംബന്ധിച്ച് വാർത്ത ദേശീയ മാധ്യമങ്ങൾ പോലും അത്തരത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ തമിഴ് മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ആ 2 മരണങ്ങളെക്കുറിച്ച് ചർച്ചയാകുന്നില്ല. ഇതെന്ത് ദിശയാണ്? എങ്ങോട്ടുള്ള പോക്കാണ് ശ്രീ PV തോമസ്? ഇത് തീർച്ചയായിട്ടും നമ്മൾ ഏതോ പൗരാണിക കാലത്തേക്ക് പോവുകയാണ്. അതായത് ഏതോ ആചാരങ്ങൾക്ക് വേണ്ടി, ആചാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൈതൃകം എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളെ ഹോമിക്കുകയാണ്. ഇതിനൊക്കെ റീസൺ വേണ്ടേ? എന്താണ് ചെയ്യുന്നത്? നമുക്ക് നരബലി ഉണ്ടായിരുന്നല്ലോ, നരബലി നിർത്തിയില്ലേ? അതുപോലെ സതി ഉണ്ടായിരുന്നു.
അതുപോലെ വിവാഹ നിരോധനം ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ നമ്മൾ മറികടന്നില്ലേ? 1965 ഇതേ മറീന ബീച്ചിൽ ഇതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായി. ആൻറ്റി ഹിന്ദി സംഭവം, ഹിന്ദു അല്ല, ആൻറ്റി ഹിന്ദു സംഭവം ഉണ്ടായി. ഇങ്ങനെ ഓരോ പ്രക്രിയകൾ നമ്മൾ നടന്നു പോവുകയാണ്. ചിലതെല്ലാം നമുക്കറിയാം നല്ലതായിരുന്നു. ആൻറ്റി ഹിന്ദി സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് ഭാഷയ്ക്കെതിരായിട്ട് സമരം പാടില്ല. പക്ഷേ ഭാഷ രാഷ്ട്രീയമാകുമ്പോൾ, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉപകരണമാകുമ്പോൾ, അതിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രശ്നമാണ്. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരു സംഭവമാണ്. ഒരു വളരെ പുരാതനമായ ഒരു ആചാരാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ സംഘടിക്കുന്നു. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ജനങ്ങളുടെ പ്രതികരണ പ്രക്രിയ ശേഷി മാറിയിരിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ ചിന്തിക്കുന്നത്, പ്രതികരിക്കുന്നത് ശരിയായ കാരണങ്ങൾ ആണോ? ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ഒരു ദളിത് യുവാവിനെ അമ്പലത്തിൽ കയറാൻ പറ്റാത്തതിൻ്റെ പേരിൽ കൊന്നപ്പോൾ അല്ലെങ്കിൽ ചുട്ടുകരിച്ച് കൊന്നപ്പോൾ ഇത് പ്രതികരിച്ചോ? അതുപോലെ തന്നെ ദാദ്രയിൽ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കൊന്നപ്പോൾ ആരെങ്കിലും പ്രതികരിച്ചു? ഇതുപോലൊരു പ്രശ്നം ഉണ്ടായോ? ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ എവിടെയോ പ്രക്രിയയിൽ, നമ്മുടെ നമ്മുടെ പ്രതികരണ പ്രക്രിയയിൽ എവിടെയൊക്കെയോ മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ജല്ലിക്കെട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ 2, 3, 10 ലക്ഷം ആൾക്കാർ മറീന ബീച്ചിൽ വന്ന് ഞാൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിനുവേണ്ടി നിൽക്കുന്നു. ഇതിനോട് എനിക്ക് ഒരിക്കലും ഒരു കാരണവശാലും യോജിക്കുവാൻ സാധിക്കുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. അത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാം ഉൽപ്പന്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അത് മനുഷ്യൻ മരിക്കുന്നു, പക്ഷേ ഇതുപോലുള്ള പൗരാണികമായിട്ടുള്ള കലകൾ, ഈ ജല്ലിക്കെട്ട് പോലുള്ള കലകൾ ജീവിക്കുന്നു. അതാണോ ശരിയായിട്ടുള്ള കാര്യം? ശ്രീ വിനു കിരിയത്ത്, കാരണം ഒരു ജീവൻ പൊലിഞ്ഞാൽ കൂടി അത് നൽകാവുന്ന വില, കാരണം ഒരു ജീവൻ, ആ ജീവനാണ് മനുഷ്യജീവൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നായ്ക്കളുടെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി സമരത്തിന് പോകേണ്ട കാര്യമല്ല. ഇവിടെ നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു തെറ്റായ സന്ദേശമല്ലേ? മനുഷ്യക്കുരുതിയിലേക്ക് ഈ ജല്ലിക്കെട്ട് മാറുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉറപ്പ് താങ്കളെ പോലെയുള്ളവർക്ക് നൽകാൻ കഴിയും? കാരണം ഈ ദിനത്തിൽ, ഇന്ന് ഏറ്റവും സൂക്ഷ്മമായി കരുതേണ്ട ഈ ദിനത്തിൽ പോലും 2 ജീവനുകൾ പൊലിഞ്ഞെങ്കിൽ ഒരു ഓർഡിനൻസോ നിയമ ഭേദഗതിയോ കൊണ്ടുവന്നാൽ എങ്ങനെ കാര്യങ്ങൾ സുരക്ഷിതമായി അവിടെ നടത്താൻ കഴിയും? ആര് ഉറപ്പ് നൽകും? ഇതിനകത്ത് ഞാൻ ഒരു പോയിന്റ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റ് സ്പോർട്സ് ഇനങ്ങളിൽ ഉത്തേജക മരുന്ന് കഴിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. എന്തുകൊണ്ട്? ഇതൊരു മൃഗത്തിനാണ് മദ്യവും മയക്കുമരുന്നും. അത് ഭ്രാന്താവുകയാണ് ആ മൃഗത്തിന്. അത് വയലൻ്റ് ആവുന്നത് കൊണ്ടാണ് ഈ കുത്തുന്നത്. ഈ കാളെ പിടിച്ചു നിർത്താൻ കപ്പാസിറ്റി ഉണ്ടെന്നുകൊണ്ട് വരുന്നവനും മദ്യത്തിന് അടിമയെ അവൻ അബോധാവസ്ഥയിലാണ് ഈ സമയത്ത് കളിക്കുന്നത്. കുത്തുകൊണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ചീറ്റുന്നതിനേക്കാൾ അതിവേഗത്തിൽ ചോര ചീറ്റുന്നത് അവൻ്റെ ഉള്ളിൽ മദ്യം കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിയമത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, എത്രയോ പേര് ഇപ്പോൾ ഈ കാണുന്ന വിഷ്വലിൽ തന്നെ എത്രയോ പേർ, ഇതിൽ ഒരാളെ നമുക്കറിയാമോ? ഇതൊരു സ്പോർട്സ് ആണെങ്കിൽ ഇതിനകത്ത് ആരും, അപ്പോൾ ആർക്കും പങ്കെടുക്കാം എന്നുള്ളൊരിത് മാറ്റിയിട്ട് ഇത് നേരത്തെ രജിസ്റ്റർ ചെയ്ത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവനെ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത്, അത് ആ സ്ഥലത്ത് ഹോസ്പിറ്റൽ ഒരു ആംബുലൻസ് കൊണ്ടിട്ടിരുന്ന അവിടെ പെട്ടെന്നൊന്നും കൊണ്ട് ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതിനുള്ള എല്ലാ സൗകര്യത്തോടും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു, അതായത് ശ്രീ വിനു കിരിയത്ത്, തമിഴ്നാട്ടിലെ ഒരു വിഭാഗം പറയുന്നത് പോലെ ദിനംപ്രതി അപകടങ്ങൾ എത്രയോ ഉണ്ടാകുന്നു, അതുപോലെ ഇതിനെ കണ്ടാൽ മതി എന്നാണോ? അല്ല, ഇപ്പോൾ നേരത്തെ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പട്ടി കടിക്കുന്നവർ ഇവിടെ പറഞ്ഞല്ലോ. അതും ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇവിടുത്തെ ഈ തമിഴ് ചെയ്തതുപോലൊന്നും മലയാളികൾ ആരും ഒന്നിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതിനെതിരെ. ഇവിടെ ഇപ്പൊ നെഗറ്റീവ് ആയാലും സന്ദേശം കൂടിയുണ്ട്. സന്തോഷമല്ല, സന്ദേശം ഞാൻ മെയിനായിട്ട് പറയുന്നത്, നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ടും ഫണ്ടഡാണ്. യോജിപ്പിനെയും സഹായിക്കാനായിട്ട് ഫണ്ടഡ് ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഏത് കാര്യത്തിനും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മീഡിയാസ് നല്ലൊരു പങ്ക് ഇതിന് വഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കാളപ്പോര് ലോകം മുഴുവൻ കാണുകയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ അനുശാസിക്കുന്ന നിയമവ്യവസ്ഥ, അത് സുപ്രീം കോടതി വെക്കുന്ന ഒരു സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിൽ ഒരു ഞെട്ടലില്ലേ ശ്രീ വിനു കിരിയത്ത്? അതാണ് ഞാൻ പറഞ്ഞത്. കോടതി ഇത്
ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു നിയമം കൊണ്ടുവന്നിട്ട് അടുത്ത പ്രാവശ്യം നടത്താം. പക്ഷേ ഇന്ന കണ്ടീഷൻസ് വെച്ചിട്ട് ചെയ്തോട്ടെ. എന്തിനാ ഇത് നിർത്തലാക്കുന്നത്? ഇത് നിർത്തലാക്കിയത് കൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മളൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇതൊന്നും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ലോകമായിരിക്കും. ശൂന്യത ഫീൽ ചെയ്യില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ സ്പോർട്സ് വേണം, നൃത്തം, ഡാൻസ്, പാട്ട്, ഇതെല്ലാം വേദിയിൽ നൃത്തം ചെയ്താൽ ചിലപ്പോൾ മരിച്ചൂടെ? ഞാൻ ഷോക്കടിച്ച് മരിച്ചിട്ടില്ലേ? നമ്മുടെ ഒരു കലാകാരിയുടെ ഭർത്താവ്, തിരുവനന്തപുരത്ത് തന്നെയാണ്, മാർഗി സതിയുടെ ഭർത്താവ് മൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഷോക്കടിക്കായിരുന്നു വേദിയിൽ. അപ്പം മരണത്തെ നമുക്കങ്ങനെ അതുകൊണ്ട് മാത്രം ഇത്തരം കലകൾ ഇനി മുതൽ ഇവിടെ കൂടിയാട്ടാലെ നങ്ങ്യാർകൂത്ത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ശ്രീ അനൂപ് ആ വാദത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ശ്രീ അനൂപ് ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ഒരേ കാര്യത്തിന് രണ്ട് വാദങ്ങളാണ് പറയുന്നത്. ഇപ്പം ജല്ലിക്കെട്ടിന് വരുന്ന ആൾക്കാർ മരണത്തിൽ നമ്മൾ ഫിലോസഫി യൂസ് ചെയ്ത് എല്ലാവരും ഒരു ദിവസം മരിക്കും, അവർ മരിച്ചു കൊള്ളട്ടെ, അത് ആർക്കും തടയാൻ പറ്റാത്ത, അപ്പം പട്ടി കടിച്ച് മരിക്കുന്നു അതുപോലെ മരിക്കുന്നതല്ലേ? നമുക്ക് അങ്ങനെയും അതിനുള്ള വാദഗതികൾ നിങ്ങൾ തുറന്നിടരുത് ശ്രീ വിനു. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ വളരെ കൺട്രോൾഡ് ആയിട്ട് ഇത് നടത്തുമെന്നാണ് പറയുന്നത്. റെഗുലേഷൻസ് എല്ലാ ആൾക്കാരും മദ്യപിക്കുകയല്ല. പക്ഷെ ഈ അനിമലിന്റെ ബിഹേവിയർ ഇവർ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും? അതെ, ഒരു അനിമലിന്റെ ബിഹേവിയർ ഇവർക്ക് ഈ റെഗുലേഷൻസ് കൊണ്ട് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? അത് അങ്ങോട്ട് പോയി അത് കുത്തുമോ ഇല്ലയോ, അതിന്റെ ഹമ്പിൽ അവർ പിടിക്കുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഇവർക്ക് എന്ത് റെഗുലേഷൻസ് വെച്ചാൽ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം അനിമലിന്റെ കാര്യം പൊക്കോട്ടെ, അത് ഒരു മൃഗം അവിടെ ചാവുന്നെങ്കിൽ എത്രയോ പേര് അതിന്റെ കൂടെ ഇഞ്ചേർഡ് ആവുന്നു. ഇപ്പം ഇനീഷ്യലി വന്ന റിപ്പോർട്ട്സിൽ തന്നെ 20-30 പേര് വരെ നല്ല ഗ്രേവായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. പക്ഷെ സ്റ്റിൽ 20-30 പേര് ഗ്രേവായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുണ്ടെന്ന്, 2 പേര് മരിച്ചെന്നും പറയുന്നു. അപ്പൊ അനിമലിന്റെ ബിഹേവിയർ അപ്പോഴും നമുക്ക് എന്ത് റെഗുലേഷൻസ് കൊണ്ടുവന്നാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം PETA ആയാലും വേറെ ഏതായാലും എന്തിനായാലും ഫണ്ടഡ് ഓർഗനൈസേഷൻസ് അവരുടെ അജണ്ട എന്തായാലും നോക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ബോത്ത് ദ അനിമൽ ആൻഡ് ദ ഹ്യൂമൻ ബീയിങ് ഇസ് ഹാംഡ്. അപ്പൊ അങ്ങനെ അതും വെറും ഒരു വിനോദത്തിന്റെ പേര്. അതാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും എടുത്ത് പറയുന്നത് അതൊരു സ്പോർട്ടെന്ന് നമ്മൾ വീണ്ടും വിളിച്ച് പറയുമ്പോൾ വേറെ ലോകത്തിൽ ഇതുപോലെ ജീവന് ഹാനികരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പോർട്ട് ഉള്ളതായിട്ട് പറയാം. ഇപ്പൊ കറണ്ട് അടിച്ച് മരിക്കുന്നതും അല്ലാതെ യുദ്ധത്തിൽ മരിക്കുന്നതും അതിനെ ഇതും കൂടെ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് മരണത്തിന് മുന്നിലോട്ട് ചാടുന്നതും അറിയാതെ മരണം വരുന്നതിനെ ഒരുമിച്ച് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ശ്രീ അനൂപ് ചന്ദ്രൻ, ഞാൻ ഇടയ്ക്കൊന്ന് ഇന്റർഫിയർ ചെയ്യാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുപോലെ തന്നെയല്ലേ റെസ്ലിംഗും ബോക്സിങ്ങും എല്ലാം? അവിടെയും നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? റെസ്ലിംഗിലും ബോക്സിംഗിലും മരണങ്ങൾ എത്രയാണ് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ മരണത്തിന്റെ കണക്ക് കൂട്ടലുകളുടെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചതാണ്, ആവശ്യമുണ്ട്. ബോക്സിംഗിലും നല്ല പവർഫുൾ ആയിട്ട് ഇടികൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ എത്രയോ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബോക്സിംഗില്. അപ്പൊ ഇതെല്ലാം നിർത്തലാക്കുന്ന അവസ്ഥയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ പട്ടി ബോക്സിംഗിൽ അതുപോലെ ഗാർഡും എല്ലാം യൂസ് ചെയ്തിട്ടല്ലേ സാർ അത് അങ്ങനെ ഒരു സ്പോർട്ട് കണ്ടക്ട് ചെയ്യുന്നത്? മരിച്ചിട്ടില്ലേ ബോക്സിംഗിൽ? എന്നിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ റയർ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇത് ഈ മനുഷ്യൻ എന്തെങ്കിലും ഇതുപോലെ പ്രൊട്ടക്റ്റീവ് ഗിയർ, ഇപ്പൊ സാറ് പറഞ്ഞ അതേ കാര്യം തന്നെ ചോദിക്കാം, എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ഗിയർ യൂസ് ചെയ്തിട്ടാണോ അവിടെ പോകുന്നത്? അതിനകത്തൊരു പോയിന്റ് പറയാം, ഇതൊരു റിസ്കി ഗെയിം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വ്യക്തി ഇറങ്ങുന്നത് ആ കളിക്ക്. മറ്റത് അങ്ങനെയല്ല. ഇപ്പൊ ബോക്സിംഗും ഇതുപോലെ ഇപ്പൊ ഒരാൾ ഭരതനാട്യം കളിക്കുന്നു, മോഹിനിയാട്ടം കളിക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല, ഇത് റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ സാറ് പറയുന്ന അതേ കാര്യം ഇപ്പം ഇതേ റിസ്ക് നമുക്ക് എല്ലാവർക്കും മനുഷ്യന് മരണം എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതമായി എന്തായാലും ഒന്നും സംഭവിക്കും എന്നുള്ളത്, ഇതേ കാര്യം എല്ലാ രീതിയിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് ചന്ദ്രന് പോകുമ്പോ അത് റിസ്ക് തന്നെ ആയിരുന്നില്ലേ? പക്ഷെ ഇതേ കാര്യം ഇഷ്യൂ വന്നപ്പോ പറഞ്ഞത് ഇതേ കാര്യമല്ല. അവിടെയാണ് ശ്രീ അനു പറയുന്നത് തിരുവനായ വിഷയത്തിൽ തിരുവനായക്ക് വേണ്ടി അവിടെ വരുമ്പോൾ നായയുടെ കാര്യത്തിൽ നിങ്ങൾ വൈകാരികമായി ജനപക്ഷത്ത് നിൽക്കുന്നു, ഞാൻ ചോദിക്കട്ടെ, നായ എന്ന് പറയുന്നത് വളർത്തുമൃഗമായി മാറ്റിയാൽ ഈ പ്രശ്നം ഇതെങ്ങനെ തെരുവിൽ എനിക്ക് പറയണം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ റെസ്ക്യൂവിന് പോയിട്ടുള്ളപ്പോൾ ഞങ്ങളുടെ വോളണ്ടിയേഴ്സിനെ നാട്ടുകാര് ഇതേ കാര്യം പറഞ്ഞ് അടിച്ചിട്ടുള്ള സംഭവം വരെ ഉണ്ട്. ഞങ്ങള് ഈ തെരുവ് നായ കാരണം കടിച്ചു കീറുന്നു എന്ന് പറഞ്ഞ് അടിച്ചിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ ഈ 2 പേരെ കൊന്നപ്പോ ഈ 2 പേര് മരിച്ചത് കൊണ്ട് ഒരു ഇഷ്യൂ ഇല്ലാതെ വീണ്ടും ആ സ്പോർട്ടിനെ ന്യായീകരിക്കുമ്പോൾ അപ്പൊ ഇതിൽ ഏതാണ് ഇരട്ടത്താപ്പ്? PETAയുടെയും PFI പോലുള്ള ഓർഗനൈസേഷൻസിന്റെ അജണ്ടയാണോ ഇരട്ടത്താപ്പ്, അതോ ഇത് ന്യായീകരിക്കുന്ന ആൾക്കാരുടെയാണോ ഇരട്ടത്താപ്പ്? ഇത് മാത്രം പറഞ്ഞു തന്നാൽ മതി. ശ്രീ അരുൺ അതിന് മറുപടി പറയണം.
ഈ പെറ്റ എന്ന് പറയുന്ന സംഘടന അതുപോലെ PFI എന്ന സംഘടന ഇവരുടെയൊക്കെ അജണ്ടാസ് എല്ലാവർക്കും വളരെ ക്ലിയർ ആണ്. ഇവര് ഫോറിൻ ഫണ്ടഡ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പട്ടികളുടെ വിഷയത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു, അത് അംഗീകരിക്കാം, പോട്ടെ, അത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ പീറ്റ ഫോറിൻ ഫണ്ടഡ് ആണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന പീറ്റ വെളിരാജ്യത്ത് PFI ഇന്ത്യയിലുള്ള ഒരു NGO ആണ്. ഞങ്ങൾ ഓരോ മാസവും കഷ്ടപ്പെട്ടാണ് ഈ മാസത്തെ സാലറി അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കറപ്ഷൻ ഉണ്ടെന്നുള്ളത് റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പട്ടികൾ കടിച്ച ഏതെങ്കിലും മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സംഘടനകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ പട്ടികൾ കടിച്ച് കേരളത്തിൽ എത്രയോ ആൾക്കാർക്ക് പരിക്കുകൾ. നമുക്ക് വിഷയം അതിലേക്ക് മാത്രം കൊണ്ടുവരാതെ ഈ ജീവന്റെ കാര്യത്തിൽ പട്ടി കടിക്കുമ്പോഴുള്ള ജീവനും ഇവിടെ ഇന്നിപ്പോൾ പൊലിയുന്ന ജീവനും ഇതിനെ രണ്ട് തലത്തിൽ എന്തുകൊണ്ട് അല്ല, ഇവര് പട്ടി കടിക്കുന്നതിന്റെ ഇൻസിഡന്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, പട്ടി കടിച്ച് മരിച്ചിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഈ സംഘടനകൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു? അതറിയണം. ഉത്തരവുണ്ട്, പറയാം. കാരണം മനുഷ്യജീവൻ ഇല്ല, നാളെ ഇല്ല, ഇന്ന് തന്നെ പറയാം. മനുഷ്യജീവന് പട്ടികളുടെ ജീവനേക്കാൾ ഒരുപാട് വിലയുണ്ടെന്ന് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തതായിട്ട് അറിയാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ഈ പട്ടികളെ സ്റ്റെറിലൈസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പട്ടികളെ കൊല്ലണം എന്നുള്ളതല്ല, എന്തെങ്കിലും തിരിച്ചു ചോദിക്കുന്നു. ആ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പട്ടികളുടെ കാര്യം ഇവിടെ, അത് ഞങ്ങൾ നോക്കിക്കോളാം. അതാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം. പട്ടികളാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറയാം? ഞങ്ങൾ മൃഗസ്നേഹികളാണ്, ഞങ്ങൾ പട്ടികളുടെ കാര്യം നോക്കും. ബ്ലൂ ക്രോസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഘടന പട്ടികളെ കൊണ്ടുപോയിട്ട് സ്റ്റെറിലൈസേഷന്റെ ABC പ്രോഗ്രാമിന്റെ എല്ലാ കേരളത്തിലെ അടക്കം പല വഴിമുട്ടി നിൽക്കുന്ന ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് സുരക്ഷയുടെ കാര്യത്തിൽ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ കോഴിപ്പോരുണ്ട്, വളരെ പ്രാകൃതമെന്ന് തോന്നിക്കാവുന്ന പല ആചാരങ്ങളുമുണ്ട്. അവർക്കൊക്കെ വാദിക്കാൻ, ഉന്നയിക്കാൻ ഒരു വേദി ഇന്നത്തെ തമിഴ്നാട്ടിലെ പ്രക്രിയ, കേന്ദ്രത്തിന്റെ നിലപാട് വഴി അവസരം, സാഹചര്യം ഒരുക്കുന്നുണ്ടോ? അരുണിലേക്ക് വരാം. ശ്രീ PV തോമസ്. തീർച്ചയായിട്ടും ഒരു പന്തോറാസ് ബോക്സ് എന്ന് പറയുന്ന പോലെ, അതായത് എല്ലാം തുറന്നിരിക്കുകയാണ്. അതായത് ഇനി നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും, ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിചാരണയിലൂടെ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ നടത്തിയാൽ പോലും അതിനെ എല്ലാ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇതുപോലെ ഒട്ടേറെ കേസുകൾക്ക് ഉപോത്ബലകമായിട്ട് ഈ ഒരു ഇപ്പോഴത്തെ ഓർഡിനൻസ് വരും. അത് വളരെ ഒരിക്കലും അനുശാസ്യമായിട്ടുള്ള, അത് ആദരണീയമായിട്ടുള്ള, നമുക്ക് അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അത് വന്നതിന് വലിയ സങ്കടമുണ്ട് സത്യത്തിൽ. കാരണം ഞാൻ പറയാമല്ലോ, ഞാൻ ഈ ജല്ലിക്കെട്ടെന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള പൈതൃകമാണെങ്കിൽ അത് നടക്കാമോ? പക്ഷേ ഇവിടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് നമുക്കൊരു കോടതിയുണ്ട്. സുപ്രീം കോടതി തന്നെ വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ മരീന ബീച്ചിൽ 2, 3, 10 ലക്ഷം ആൾക്കാർ വന്നു പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയമായിട്ടുള്ള സംഭവം അത് രാഷ്ട്രീയമായിട്ട് അവരെടുക്കുന്നില്ല. അവർ പറയുന്നത് ശരിയാണ്, ഇത് പറ്റില്ല എന്ന് പറയുന്നു, അവർക്ക് വേണം, അതിന് ബാൻ പാടില്ല, നിരോധനം പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് ഈ രീതിയിൽ എങ്ങനെ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ വ്യവസ്ഥിതി മുമ്പോട്ട് പോകും എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഇതുപോലെ. നരബലി, ഞാൻ പറയാം, ഞാൻ ഹിമാചൽ പ്രദേശ് ഉണ്ടായിരുന്നപ്പോൾ നരബലി ഇംഗ്ലീഷുകാരുടെ കാലത്ത് നിരോധിച്ചാണ്. പക്ഷെ അവർ പെട്ടെന്ന് ആരംഭിച്ചു നരബലി. ഒരു മലയുടെ ക്ലിഫിൽ നിന്നും മറ്റു മലയുടെ ക്ലിഫിലേക്ക് ആൾക്കാരെ വിടുക, അതിനിടയ്ക്ക് ഇതിൽ അതിൻ്റെ കയറിലെ കുപ്പിച്ചിലൊക്കെ ഉണ്ടാവും, അത് കൊല്ലുക എന്നുള്ളതാണ്. അതൊക്കെ വീണ്ടും വരുമോ? അത് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിധികളിലൂടെ, ഇതുപോലുള്ള സമീപനങ്ങളിലൂടെ, ഓർഡിനൻസിലൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ? അത് വളരെ ചിന്തനീയമാണ്. നമ്മൾ ആലോചിക്കണം, ഇതാണോ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം. ഏതായാലും ഞാൻ ഈ പൈതൃകത്തിനോ ഇതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അത് എന്താണ് ഇതിൻ്റെ അർത്ഥം, എങ്ങോട്ടാണ് നമ്മുടെ ജനങ്ങൾ പോകുന്നത്, യുവജനങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ആലോചനയുണ്ട്, വളരെയധികം വിഷമമുണ്ട്. ഇതാണോ നമുക്ക് വേണ്ടൊരു ഓർഡിനൻസ്? എന്തുകൊണ്ട് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അമ്പലത്തിൽ കയറാത്തതിൻ്റെ പേരിൽ ദളിതനെ ചുട്ടുകൊന്നതിൻ്റെ പേരിൽ ഇതുപോലൊരു ഉണ്ടായില്ല. അതുപോലെ തന്നെ ഒട്ടേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നും ആരും പ്രതികരിക്കുന്നില്ല.
എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇതുപോലുള്ള സംഭവങ്ങൾ കാളയുടെ കഴുത്തിൽ മണി കെട്ടാനായിട്ട് ഒരു വലിയ ജനകീയ വിപ്ലവം ഉണ്ടാകുകയാണ്. എനിക്ക് പരമ പുച്ഛവും സഹതാപവും തോന്നുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയോട്. ശ്രീ അരുൺ, അതായത് ഈ പല ആചാരങ്ങളും ഒക്കെ പ്രാകൃതമായ ആചാരങ്ങൾ പോലും ഇതിന്റെ മറവിലൂടെ ചുവട് പിടിച്ച് അവർക്കൊരു വാദഗതി, അവർക്കൊരു തലം പ്രതികരിക്കാനുള്ള വേദിയായി മാറുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പറയുന്ന പോലെ സംസ്കാരവും പൈതൃകവും ഒക്കെ അംഗീകരിക്കപ്പെടുന്ന കലാ അല്ലെങ്കിൽ ആചാരങ്ങൾക്കൊപ്പം മറപിടിച്ച് ഇത്തരം പ്രാകൃതമായ ചില സംവിധാനങ്ങൾ കൂടി പൊതുമധ്യത്തിലേക്ക് വരില്ലേ എന്ന വസ്തുത അത് ഞെട്ടൽ ഉളവാക്കുന്ന ചോദ്യം തന്നെയല്ലേ? അല്ല, ഒരിക്കലും വരത്തില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെജിസ്ലേറ്റീവും അതുപോലെ എക്സിക്യൂട്ടീവിനും എല്ലാം ഇത് ബാധകമാകും. ഒരിക്കലും കോടതികൾ, ജുഡീഷ്യറി ഒരിക്കലും ദന്തഗോപുരവാസികളാവരുത്. ഈ പെറ്റ എന്ന് പറയുന്ന സംഘടനയിലെ ഞാൻ പറയാം, ഡയറക്ടർ ഓഫ് വെറ്റിനറി അഫയേഴ്സ് ഡോക്ടർ മണിലാൽ വലിയത്ത് പുള്ളിക്കാരൻ കൊടുത്തൊരു റോങ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ ഈ കേസിന് വേർഡിക്റ്റായിട്ട് നല്ല സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് ആയത്. അത് ഒരിക്കലും 2009 മുതലേ പ്രശ്നങ്ങളുണ്ട്. ഈ 2014 വരെ തമിഴ്നാട് ഗവൺമെൻറ് ഈ ഇഷ്യൂസ് ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തില്ല. ഈ ഇഷ്യൂ സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞതിൻ്റെ ഫലമായിട്ട് 2014 ഇവരുടെയൊക്കെ തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ ചെന്നതിൻ്റെ ഫലമായിട്ട് ഇതിനൊരു ബാൻ വന്നു. പക്ഷേ ഈ ബാൻ ഇപ്പോൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ നല്ലൊരു ആചാരങ്ങൾ ഒരിക്കലും നിലനിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കരുത്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവലാണ്. ഇത് പൊങ്കൽ എന്തായാലും ഇതിൽ ഒരു നിയമനിർമ്മാണം വരുമ്പോൾ നിങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിലൊരു നിയന്ത്രണം അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് ആയിരിക്കുമോ തമിഴ്നാട് പോകുന്നത്? അത്തരത്തിലൊരു ഉറപ്പ് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. തമിഴ്നാടോ കേന്ദ്രം കൂടി കേന്ദ്രത്തിന്റെ കൂടി പരിഗണനയിലായതുകൊണ്ടുകൂടി സ്ട്രിക്റ്റ് റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിനെ എതിർത്താലോ എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്നത് വെച്ചാൽ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് കൊണ്ടുവരണം. കാര്യം വെച്ചാൽ ഒരു നാടിൻ്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾക്ക് എന്ത് പുരോഗമനമാണ് അവിടെ കൊണ്ടുവരേണ്ടത്? നമ്മുടെ നാടിൻ്റെ ഒരു ഐഡന്റിറ്റി പോയിട്ട് നമ്മളെ ഏത് വിദേശ സംസ്കാരം ഇവിടെ കൊണ്ടുവരണോ? നമ്മുടെ നാടിൻ്റെ സംസ്കാരം പൊക്കഞ്ഞ് ഇവിടെ ടെററിസം കൂടി വരത്തില്ലേ? ഒരു വാക്വം, ഒരു സൊസൈറ്റിയിൽ ഒരു വാക്വം ഉണ്ടാവും. ആ വാക്വം ഉണ്ടാകുമ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിലുള്ള യൂണിറ്റി പോവും. നമ്മുടെ സെക്യുലർ കൺട്രിയായ ഇന്ത്യയിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും എല്ലാം ഒരുമിച്ച് നിന്ന് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് പൊരുതണം. കേരളത്തിലെ ജനത ഇത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഈ പി വി തോമസ് പറഞ്ഞ ഒരു കാര്യം, പല വിഷയങ്ങൾ ദളിതായാലും പല ജൈവപരമായിട്ടുള്ള സ്വത്വ അധിഷ്ഠിതമായിട്ടുള്ള പല വിഷയങ്ങൾ അതിലൊക്കെ നാട് പുകയുമ്പോൾ അതിലൊന്നും ജനങ്ങൾ കേവലം ഒരു വാഹനം ഇട്ടാൽ പോലും അവിടേക്ക് നോക്കാത്ത സംസ്കാരമുള്ള ഒരു ജനത അല്ലെങ്കിൽ ഒരു ജനവിഭാഗം ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ആ ഒരു ചടുലത, അത് നമ്മൾ അതിലെ വൈരുദ്ധ്യം, അത് ആ ഒരു സംസ്കാരത്തെ കൂടി അവസാനമായി ചെറിയ വാക്കുകൾ. ഇതിപ്പോ ഈ നമ്മുടെ കേരളത്തിലെ എന്തിനും രാഷ്ട്രീയവും ജാതിയും മതവും ഒരു പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഒരിക്കലും ഇനി അത് മാറ്റാനും പറ്റില്ല. രാഷ്ട്രീയ നിയമനിർമ്മാണത്തിലൂടെ എല്ലാം സാധ്യമാകുമെന്ന് താങ്കൾ അവകാശപ്പെടുകയാണ്. നിയമനിർമ്മാണത്തിൽ കൂടി ഒരു പരിധിവരെ ഇത്തരം ചോര വീഴുന്നതെല്ലാം നിർത്താൻ പറ്റും. ഈ രണ്ടുപേരെ ഇന്ന് കൊന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ അത്രയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ ഉൾപ്പെടെ ഇതൊന്ന് നിർത്തലാക്കിയിട്ട് നമുക്ക് ഞാൻ ചെയ്യും. തൃശ്ശൂർ പൂരം ഇല്ലാത്തൊരു തൃശ്ശൂരിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ആനയോട്ടം ഇല്ലാത്തൊരു ഗുരുവായൂരിനെ കുറിച്ച്. പക്ഷേ അവിടെ നിയമനിർമ്മാണങ്ങൾ പുതുക്കി ഇന്ന കണ്ടീഷൻസ് വെച്ച് ഇതെല്ലാം നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ശ്രീ വിനു കിരിയത്ത്, ശ്രീ പി വി തോമസ്, ഒപ്പം അരുൺ പ്രസാദ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധി, ഒപ്പം അനൂപ് ചന്ദ്രൻ, മൃഗസ്നേഹി കൂടി ചർച്ചയിൽ പങ്കുചേർന്നത്. ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.